ഡ്രൈവർ പരിക്കേറ്റ ആശുപത്രിയിലാണ്. പതിയെ വരികയായിരുന്നു. ബ്രേക്ക് നഷ്ടമായതാണ്. ആദ്യം ബ്രേക്ക് നഷ്ടമായി എന്നത് മനസ്സിലായപ്പോൾ വാഹനം ഇടത്തേക്ക് വെട്ടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് നടന്നില്ല. അപകടം സംഭവിക്കാതെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന പ്രതികരണമാണ് ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. പക്ഷേ വിശദമായ പരിശോധന KSRTC ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഇപ്പോൾ മറ്റൊരു പ്രതികരണം കൂടി വരുന്നു. ബാക്കി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ എന്താണെന്നുള്ളത്. പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണ്? അത്തരം കാര്യങ്ങൾ സാറിന് അറിയും? പരിക്കേറ്റ് ഗുരുതരമായി പരിക്കേറ്റവർ 3 പേരായിരുന്നു. മൊത്തം 4 പേര് മരിച്ചിട്ടുണ്ട്. പരിക്കേറ്റ ഒരാളുടെ മാർസിലിയോ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞില്ല. ബാക്കി ആണോ? അതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിട്ടില്ല. ബാക്കി കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗതാഗതത്തിന് വേറെ പ്രശ്നമില്ല. നമ്മൾ വൺ സൈഡ് വണ്ടി കൊണ്ടിരിക്കുകയാണ്. ഗതാഗതത്തിന് വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇല്ല. സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. JNS രാജു അവിടെ നിന്ന് ചേരുന്നുണ്ട്. രതീഷ്, നോക്കുക, വാഹനം കിടക്കുന്നത് നല്ല ആഴമുള്ളൊരു കൊക്കയാണ്. 10-20 അടി താഴ്ചയിൽ ആ വണ്ടി തങ്ങി നിന്നു എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അവിടെ നിന്ന് താഴേക്കും കുത്തനെയുള്ള താഴ്ചയാണ്. എത്രയും വലിയ അപകടം വേണമെങ്കിലും ഉണ്ടാകാമായിരുന്നു. പക്ഷേ 4 പേരുടെ മരണം സംഭവിച്ചു. നിർഭാഗ്യകരമാണ്. 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നുണ്ട്. ഈ അപകടം ഉണ്ടായത് ഒരുപക്ഷെ അദ്ദേഹം സ്ഥിരമായി വണ്ടി ഓടിക്കുന്ന ആളാണ്. പക്ഷേ ആ വഴി പരിചയമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കുത്തനെയുള്ള താഴ്ചയിലേക്കാണ് KSRTC ബസ് തലകീഴായി മറിഞ്ഞു വീണത്. നമ്മുടെ നടുക്കിയ ഒരു ദുരന്തമാണ്. 4 പേർക്ക് ജീവൻ നഷ്ടമായി. അപ്പോഴും 34 പേർ ആ വാഹനത്തിലുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു കൊക്കയിലേക്കാണ്. അവിടെ വാഹനം തട്ടി നിന്നത് കൊണ്ട് മാത്രമാണ് കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടമാകാതിരുന്നത്. അവിടുത്തെ ആ ദൃശ്യം കാണുമ്പോൾ നമുക്കത് ഞെട്ടലോടുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ആളുകളുടെ നില അത്ര ഗുരുതരമല്ല. ഒരാളുടെ പരിക്ക് പക്ഷേ ഗുരുതരമാണ്, അല്പം ഗുരുതരമാണ്. എങ്കിലും കുഴപ്പമുണ്ടാകില്ല എന്ന വിവരമാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത്.